ഇതാണ് ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രധാന കവല. ഞങ്ങളിവിടെ എത്തിയത് വൈകുന്നേരം 4 മണിക്കാണ്. അവധി ദിവസമല്ലാഞ്ഞിട്ടാകാം സഞ്ചാരികൾ നന്നേ കുറവാണ്. റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് പ്രധാന പ്രവേശന കവാടത്തിലേക്ക് നടന്ന ഞങ്ങൾക്ക് കൗതുകം സമ്മാനിച്ചുകൊണ്ട് മരത്തിൽ പണിഞ്ഞത് എന്ന് തോന്നും വിധത്തിലുള്ള ഒരു കിണർ. 3 റോഡുകളുടെയും സംഗമസ്ഥാനത്ത് ഒത്ത നടുവിലായാണ് ആശാന്റെ നിൽപ്പ്. വെള്ളം കോരാനായി തൊട്ടിയും കയറും സജ്ജീകരിച്ചിരിക്കുന്നു. കപ്പി തൂക്കിയിടുന്നതാകട്ടെ മരക്കൊമ്പ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിർമ്മിതിയിലാണ്. മൊത്തത്തിൽ അതിമനോഹരമെന്നല്ലാതെ എന്ത് പറയാൻ. എൻ്റെ വീട്ടിലുമുണ്ടൊരു കിണർ. അതിപുരാതനമാണ്. അതിൻ്റെ ചിത്രം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. അതിൻ്റെ അവസ്ഥ കൂട്ടുകാരെ ഇപ്പം ഞാൻ പറയുന്നില്ല. ശാസ്താംപാറയിലെ കാഴ്ചകളിൽ ആദ്യ കൗതുകം സമ്മാനിച്ച കിണറിൻ്റെ ശില്പിക്ക് 100-ൽ 100 മാർക്കും നൽകി ഞങ്ങൾ മുന്നോട്ട്. ഗുഹാ കവാടം പോലെയുള്ള പ്രവേശന കവാടം അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള മുന്നറിയിപ്പ് ബോർഡാണ്. 10,000 രൂപ പിഴ. ഇടതുഭാഗത്തായി ശാസ്താംപാറയുടെ രേഖാചിത്രം. പതിറ്റാണ്ടുകളായി സഞ്ചാരികൾക്ക് കുടിവെള്ളം നൽകുന്ന തദ്ദേശവാസി. സഞ്ചാരികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പക്ഷേ ക്യാമറയ്ക്ക് 280 റേറ്റ്. സൂക്ഷിക്കണം. എൻട്രി ടിക്കറ്റും കരസ്ഥമാക്കി ഞങ്ങളും ട്രക്കിംഗ് ആരംഭിച്ചു. എണ്ണമറ്റ കൽപ്പടവുകളാണ് മുകളിലേക്ക്. പക്ഷേ അതിമനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. എല്ലാം വൃത്തിയുള്ളവ. ഈ മണ്ഡപത്തിൻ്റെ വശത്തായി പൂർണ്ണ ഉറക്കത്തിലുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പടിക്കെട്ടുകളെല്ലാം തന്നെ ശാസ്ത്രീയമായി അപകടരഹിതമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 400 അടി ഉയരത്തിലാണ് ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരും ആരോഗ്യമുള്ളവരുമായ സഞ്ചാരികളെയാണ് കൂടുതലായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വ്യാപകമായി കാണുന്ന കാൽമുട്ട അസുഖമുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നത് തന്നെയായിരിക്കും ഉചിതം. ഈ കാണുന്നതാണ് മനോഹരമായ റിഫ്രഷ്മെൻറ്റ് സെൻറ്റർ. ഷാർജ, ജ്യൂസ്, ന്യൂഡിൽസ്, സ്നാക്സ്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഇവ കഴിച്ച് വീണ്ടും മലകയറ്റം തുടരാം. വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ. പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 രൂപയാണ് പിഴ. അതിനായി ഡസ്റ്റ്ബിന്നുകൾ വളരെയധികം സജ്ജീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്ത് പ്രദേശത്താണ് ഈ ശാസ്താംപാറ വിനോദസഞ്ചാര കേന്ദ്രം നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 14 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. തിരുവനന്തപുരം, പേയാട്, വിളപ്പിശാല വഴി ഈ പ്രദേശത്ത് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. കൽപ്പടവുകൾക്ക് ഇരുവശത്തുമായി പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഉദ്യാനം. വിശാലമായതും നിരന്നതുമായ പാറകളുടെ സമുച്ചയമാണ് ശാസ്താംപാറയെ ആകർഷകവും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതുമാക്കുന്നത്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും ധാരാളം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇരിപ്പിടങ്ങളിലും പാറകളിലും ദീർഘസമയം ചെലവിടുന്ന സ്വപ്നലോകത്തിലെ ബാലഭാസ്കർ മിഥുനങ്ങളെ ഒഴിവാക്കി വീഡിയോ ചെയ്യാൻ നന്നേ പാടുപെടേണ്ടി വരുന്നു ഞങ്ങൾക്ക്. വിശാലമായ പാറയ്ക്ക് ഒത്ത നടുവിലായി ഒരു മണ്ഡപവും അതിന് തൊട്ടടുത്തായി തന്നെ ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയും കാണാൻ കഴിഞ്ഞു. സഞ്ചാരികളുടെ സുരക്ഷയെ മുൻനിർത്തി കാഴ്ചയെ ഒട്ടും മറയ്ക്കാത്ത വിധത്തിൽ ഇരുമ്പ് വേലികൾ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. 10,000 രൂപ പിഴ. നമുക്കെന്ത് കാര്യം? മാനസിക വൈകൃതമുള്ള ചില സഞ്ചാരികളുടെ ചെയ്തികൾ ഇവിടെയും കണ്ടു. വെള്ളം കുത്തിയൊഴുകി ചാല് കണക്കെയായ പാറയുടെ ദൃശ്യങ്ങൾ ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പ്രകൃതി അതിൻ്റെ ക്യാൻവാസിൽ വരച്ച മനോഹര ചിത്രങ്ങൾ.
ആ കാണുന്നതാണ് ശാസ്താംപാറയിലെ ഏറ്റവും പൊക്കമുള്ള വ്യൂ പോയിന്റ്. അവിടെ കയറാനായി ഞങ്ങൾ പുറപ്പെട്ടു. തുടക്കത്തിൽ പടികൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് റെയിലിൻ്റെ സഹായം മാത്രം ആശ്രയിക്കേണ്ടി വന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതിൻ്റെയൊക്കെ പേരായിരിക്കും ട്രെക്കിങ്, അഡ്വഞ്ചർ ടൂറിസം എന്നൊക്കെ. എന്തായാലും റെയിലിൽ പിടിച്ച് ഞാനും മലമുകളിലെത്തി. ചുവടെ നിന്ന് ആകാംക്ഷയോടെ നോക്കുന്ന നല്ല പാതയെ ഞാൻ കണ്ടു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പുല്ലുകൾക്കടുത്തായി കെട്ടി സംരക്ഷിക്കപ്പെട്ട കുളവും അതിലെ ആമ്പലുകളും. ആമ്പൽപ്പൂക്കൾ സന്ദർശനത്തിന് നന്ദി പറയുന്നതായി തോന്നി. ഇവിടെ നിന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണാം. 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉയരമുള്ള കെട്ടിടങ്ങൾ, കോവളം, ശംഖുമുഖം ബീച്ചുകൾ, കുമിൾ പോലെയുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങൾ ഇവയൊക്കെ കാണാം. എൻ്റെ അനുഭവത്തിൽ ഈ കാഴ്ചാനുഭവം നൽകാൻ ശാസ്താംപാറയ്ക്ക് മാത്രമേ കഴിയൂ. സംഗതി ഇത്ര ഉയരത്തിലാണെങ്കിലും വാർത്താവിനിമയ സംവിധാനങ്ങൾ, വൈദ്യുതി, വെള്ളം ഇവയെല്ലാം തന്നെ ടോപ്പ് ഗിയറിലാണ്. കണ്ടില്ലേ, ഇവിടുത്തെ വാർത്താവിനിമയ സംവിധാനത്തിൻ്റെ ടവറാണ് ഈ കാണുന്നത്. പാറയുടെ പടിഞ്ഞാറ് ഭാഗത്തായി മനോഹരമായ കൽപ്പടവുകൾ താഴേക്കുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ഒരാകാംക്ഷ തോന്നി. ഞാനും പതുക്കെ പടിക്കെട്ടിലൂടെ താഴേക്കിറങ്ങി. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. കൽപ്പടവുകൾ താണ്ടി ഞാൻ എത്തിയത് മനോഹരമായ മറ്റൊരു ആമ്പൽക്കുളത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ്. മുകളിൽ നമ്മൾ കണ്ട ആമ്പൽക്കുളത്തിന് സമാനമായ മറ്റൊരു നിർമ്മിതി. ഇതും പ്രകൃതിദത്തം തന്നെ, നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാ കാണുന്നു കുട്ടികളുടെ കളിസ്ഥലം. ഇവിടേക്കായിരുന്നു കൽപ്പടവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കുട്ടികളുടെ പാർക്കിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഗംഭീരം. എനിക്ക് നന്നേ പിടിച്ചു. ഷോലെ സിനിമയിലെ അംജദ് ഖാന്റെ കൊള്ള സങ്കേതം പോലെ പാറകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. തണൽ വിരിച്ച് നിറയെ മരങ്ങളുമുണ്ട്. അതിന് കീഴിൽ വിവിധങ്ങളായ റൈഡുകളാണ്. പക്ഷെ ഒരു കുറവ് കാണുന്നുണ്ട്. കുട്ടികളെ മാത്രം മരുന്നിനും കാണാനില്ല. പക്ഷേ ഒരു സ്വപ്നലോകത്തിലെ ബാലഭാസ്കർ ജോഡി എൻ്റെ ക്യാമറ കണ്ണിൽ പെടാതിരിക്കാൻ ഓടി മറയുന്നത് കണ്ടു. പാർക്കിൽ കളിക്കാൻ കുട്ടികളെത്താത്തതിൻ്റെ വിഷമം മാറ്റാൻ ഞാൻ തന്നെ ഊഞ്ഞാലാടി സമാധാനിച്ചു. നല്ല പിന്നെ. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈദ്യുത പോസ്റ്റിന് മുകളിലിരിക്കുന്ന കാക്കയെ ഞാൻ കണ്ടില്ല. പെട്ടെന്നാണ് ഓർത്തത്, മുകളിലെ വ്യൂ പോയിന്റിൽ ഇരുന്നാൽ സൂര്യാസ്തമനത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം. അത് പകർത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ഇത് പ്രതീക്ഷിച്ച് നല്ല പാതി നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. നേരത്തെ ഇവിടെ ഇരുന്ന ബാലഭാസ്കർമാർ സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരിക്കുന്നു.
അസ്തമയ സൂര്യൻ്റെ ഈ ദൃശ്യഭംഗി കന്യാകുമാരിയിൽ മാത്രമേ മുൻപ് കണ്ടിട്ടുള്ളൂ. ഇരുൾ വ്യാപിക്കും മുമ്പ് താഴെ എത്തണം. വേഗം ഞങ്ങളും മലയിറങ്ങി. ശാസ്താംപാറയെ സംരക്ഷിക്കുന്ന ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള കമാനമാണിത്. ക്ഷീണം മാറ്റാൻ സോഡ നാരങ്ങ വെള്ളം തന്ന് ഞങ്ങളെ സന്തോഷപൂർവ്വം യാത്രയാക്കിയ ശാസ്താംപാറയുടെ സ്വന്തം തട്ടുകടച്ചേട്ടന് നന്ദി. തുടക്കത്തിൽ ഞങ്ങളിൽ കൗതുകമുണർത്തിയ അത്ഭുത കിണറിനും ശക്തമായ തിരിച്ചുവരവിനായി കടലിൽ മറഞ്ഞ സൂര്യനും നന്ദി പറഞ്ഞുകൊണ്ട് ശാസ്താംപാറയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.